കുട്ടികളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് ദേഷ്യം. ദേഷ്യമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ മുഖങ്ങൾ ഒരു മാറ്റം വരും. അത് കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങൾ വലിച്ചെറിയും. ഞാൻ സ്കൂളിൽ പോകണില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുന്നു, നെഞ്ചിലിട്ട് ഇടിക്കുന്നു, തലയിട്ട് ഇടിക്കുന്നു. പിന്നെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു, അമ്മേനെ തല്ലുന്നു, അപ്പനെ തല്ലുന്നു. ഇങ്ങനെയൊക്കെയുള്ള തലങ്ങൾ ഈ കുട്ടികളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ഇവന് ഭയങ്കര ദേഷ്യമാണ്, എല്ലാം വലിച്ചെറിയുക എന്നും പറഞ്ഞ് വരും. ഒന്നാമത് ഞാൻ പറയുന്നത്, ദേഷ്യം വരുന്ന സമയത്ത് നമുക്കൊന്നും അധികം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡൈവേർട്ട് ചെയ്യാനായിരിക്കും സാധിക്കും. കൊച്ചുകുട്ടികളാണെങ്കിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറുക, പിന്നെ എന്നതാണ് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുക, സ്വാതന്ത്ര്യപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതേമാതിരി ഒരു നല്ല പരിധി വരെ അവരെ ആശ്വസിപ്പിക്കണം. അതോടൊപ്പം തന്നെ പിന്നെ എന്നതാണ്, അവൻ പറയുന്ന മാതിരി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ അവനുമായിട്ട് ചർച്ച ചെയ്യുക. കുറച്ച് ഒരു 5-8 വയസ്സ് പിന്നെ എന്നതാണ്, അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള തലത്തിൽ അവനോട് ഡിസ്കസ് ചെയ്യാവുന്ന, എഴുതാവുന്നവനാണെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ പറയുക. ഒരു ബുക്കിലോട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് അവനുമായിട്ട് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ഇത് മാറി കിട്ടുന്നതാണ് ഈ ദേഷ്യത്തിൻ്റെ സ്വഭാവം. അതിൻ്റെ മൂല കാരണങ്ങളാണ് ഈ ദേഷ്യം. ദേഷ്യം പുറത്ത് കാണുന്ന ഒരു വികാരമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇവന് ചില ആഗ്രഹങ്ങൾ കാണും. ഇവൻ കണ്ടിട്ടുള്ളത് കാണും. മറ്റു കുട്ടികൾക്ക് കിട്ടി, മറ്റു കുട്ടികൾക്ക് പിന്നെ ആ കളിപ്പാവ് കിട്ടി, അപ്പോൾ എനിക്കും വേണം. അല്ലെങ്കിൽ വീഡിയോ ഗെയിം കിട്ടി, അതുകൊണ്ട് എനിക്കും വേണം. മറ്റവന് ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, എനിക്കും വേണം. അപ്പോൾ ഇങ്ങനെ പലതും ഇങ്ങനെയുള്ള തലങ്ങളാണ്. അപ്പോൾ അവന് അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം. നമ്മുടെ കയ്യിൽ ഇത്രയും പൈസയേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടത്, വരവ് ചെലവ് കണക്ക് എഴുതുന്ന തലങ്ങൾ, കാര്യങ്ങൾ അവനുമായിട്ട് ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ കുറയും. അപ്പോൾ ഇപ്പോൾ വേണ്ട, അടുത്ത പരീക്ഷ കഴിഞ്ഞിട്ട് ഇതിന് മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ സ്വാതന്ത്ര്യപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ ചില വ്യക്തികളിൽ അമിതമായിട്ട് ഒരു കൺട്രോളും ഇല്ലാത്ത തരങ്ങളിലാണെങ്കിൽ അത് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ മാറുന്നതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ചില മെഡിസിനൊക്കെ കൊടുക്കേണ്ടി വരും. ഹോമിയോ മെഡിസിനാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. അങ്ങനെ കൊടുത്ത് മാറ്റം വരുത്താൻ പറ്റുമെന്ന് നോക്കും. അപ്പോൾ ഈ ദേഷ്യമെന്ന് പറയുന്ന പിന്നെ എന്നതാണ് ഒരു പ്രശ്നമാണ് പല കുടുംബങ്ങളിലും. പിള്ളേർ ദേഷ്യപ്പെട്ട് കൺട്രോളില്ലാതെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടും. മനസ്സിലായോ? പിന്നെ ഇവൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് അല്ല കേട്ടോ. കുട്ടികളുടെ ദേഷ്യം താൽക്കാലികമാണ്. അവന് ചില കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ആങ്ങളെയും മകളും കൂടെ തല്ലുണ്ടാക്കും, ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിക്കും. ഇടി, അടി, ബഹളം, ഒച്ചപ്പാട്, കരച്ചിൽ ഒക്കെ കഴിഞ്ഞ മാതാപിതാക്കൾ ചെന്ന് ഇടപെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടിട്ട് അവരോട് പറഞ്ഞാൽ മതി, നിങ്ങൾ ആങ്ങളെയും മങ്ങളും അല്ലേ വഴക്കുണ്ടാക്കിയതല്ലേ, അപ്പുറത്ത് പോയി വഴക്കൊക്കെ തീർത്തിട്ട് വരാൻ പറഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കുത്തിയിരുന്നേച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, ഇനി നമുക്ക് പോയി കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ പോയി കളിക്കും. അപ്പോൾ ഇതാണ് സാധാരണ കാണുന്നത്. അതിന് അപ്പോഴേക്കും മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വഴക്കും, നീ പഠിച്ച് വളർത്തിയതിൻ്റെ പ്രശ്നമാണ്, പിന്നെ എന്നതാണ് നിൻ്റെ മോനാണ്, നിങ്ങളുടെ മോനാണ്, അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വഴക്കുണ്ടാക്കേണ്ട, അവരുടെ പ്രശ്നം അതിനു മുമ്പേ തീർന്നിട്ടുണ്ടോ? ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ദേഷ്യം, വഴക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ മനസ്സിലാക്കാനും അവരോട് പിന്നെ പെരുമാറുവാനുമുള്ളൊക്കെ പാവനം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.